ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുഭദ്രയുടെ ബലിതർപ്പണ ചടങ്ങ് നടത്താനുള്ള ഏർപ്പാടിലാണ് മേഘനാഥൻ. അതിനുവേണ്ടി മണിച്ചനെ ഏർപ്പാടാക്കുന്നു. മണിച്ചൻ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഭവാനി വരുന്നു. ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടല്ലോ മേഘനാഥ എന്ന് ഭവാനി ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, മറ്റുള്ളവർ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന കാര്യം എനിക്കില്ല. എന്താ തമാശയെന്ന് പറഞ്ഞാൽ മറുപടി പറയാം, അത്രേ ഉള്ളൂ. 7-8 വർഷം മുമ്പ് നീ കൊന്നുകളഞ്ഞ നിന്റെ ഭാര്യയുടെ ശ്രാദ്ധം മൂട്ടാനോ ബലിയിടൽ ചടങ്ങ് നടത്താനോ നീ തന്നെ മുന്നിട്ടിറങ്ങാണെന്ന് കേട്ടല്ലോ. നീ സുഭദ്ര മരിച്ച നാളും തീയതിയൊക്കെ അന്വേഷിച്ച കാര്യം ജോത്സ്യൻ വിളിച്ച് പറഞ്ഞതാണെന്നും ഭവാനി പറയുന്നുണ്ട്. കേട്ടത് സത്യമാണ്, പക്ഷേ ഇതിലെന്താ ഇത്ര തമാശയെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ആരാച്ചാര് തന്നെ ഇരയ്ക്ക് സദ്യ ഒരുക്കുന്നതാണ് തമാശ. അല്ലെങ്കിൽ തന്നെ ഒരാൾ മരിച്ച് സഞ്ചയത്തിനും അടിയന്തരത്തിനും ബലിയിടൽ ചടങ്ങിനുമൊക്കെ ഓരോരോ സമയമുണ്ട്. തോന്നുമ്പടി തോന്നിമാസത്തിന് ചെയ്യാവുന്ന ചടങ്ങുകളല്ല അതൊന്നും. മേഘനാഥൻ പറയുന്നു, അത് നിങ്ങളുടെ തലയിലൂടെ മാത്രമേ ലോകകാര്യങ്ങൾ നടക്കൂ എന്ന ചിന്തയുള്ളതുകൊണ്ട് മാത്രമാണ്. വേണ്ടതുപോലെ അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്കും പ്രാപ്തിയുണ്ട്. ഞാൻ കർക്കിടക വാവുബലിയൊന്നും അല്ല നടത്തുന്നത്. സുഭദ്ര മരിച്ച നക്ഷത്രവും തീയതിയും വെച്ചിട്ടാണ്. മരണശേഷം കർമ്മങ്ങളൊന്നും കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ആത്മാവ് അശാന്തയാണ്. അത് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞതാണ്. അതിനാണ് മനസ്സിനെ കൂട്ടി ഞാൻ ജോത്സ്യനെ കണ്ടത്. നാളെ തന്നെ പൂർത്തിയാകാതെ പോയ മരണാനന്തര കർമ്മങ്ങളൊക്കെ നടത്തും. അടുത്ത ചടങ്ങ് ശ്രാദ്ധം മുട്ടലും ബലിയിടലുമാണ്. സുകുമാരൻ എന്ന ഒരാളെ മണിച്ചൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബലിയിടുന്ന ചടങ്ങുകൾ ഏർപ്പാടാക്കുന്ന ആളാണ്. ഇത് കേട്ട് വീണ്ടും പരിഹാസത്തോടെ ഭവാനി പറയുന്നുണ്ട്, ഓഹോ, നീ അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണല്ലേ. ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു സംശയവും വേണ്ട എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, എന്തിനാ നീ വേഷം കെട്ടുകളൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം എൻ്റെ രാധയ്ക്ക് വേണ്ടിയാണ്. അവളെ എന്നിൽ നിന്നും അകറ്റുന്നത് മറ്റാരുമല്ല, സുഭദ്ര തന്നെയാണ്. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയാൽ മാത്രമേ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ഇനി ഗതി പിടിക്കൂ. അതിന് ഇത്രയൊന്നും പാടുപെടേണ്ട കാര്യമില്ല. ആദ്യം തന്നെ നീ ആ രാധയെ മനസ്സിൽ നിന്നെടുത്ത് കളാ, അതോടെ നിന്റെ കഷ്ടകാലം എല്ലാം തീരുമെന്ന് ഭവാനി. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ വിനീത വിദ്വനായി നിങ്ങളുടെ കാൽ ചുവട്ടിൽ കിടക്കണമായിരിക്കും ഈ മേഘനാഥൻ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അമ്മമാര് പറയുന്നത് കേട്ട് ജീവിച്ച ഒരു മക്കളും നശിച്ചു പോയിട്ടില്ല. അമ്മമാരില്ലാതെ ഈ മക്കള് ജീവിച്ച് വിജയിച്ചിട്ടുണ്ട് എന്ന് മേഘനാഥൻ. അപ്പോൾ നീ വീണ്ടും അടുത്ത അംഗത്തിന് റെഡിയായിട്ട് ഇറങ്ങുകയാണല്ലേ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അതേ, രാധയെ എൻ്റെ കയ്യിൽ കിട്ടുന്നതുവരെ യുദ്ധം തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ വിചാരിച്ചാൽ ഇത് മുടക്കാൻ കഴിയും എന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അതിനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തരില്ലെന്നർത്ഥം. നാളെ തന്നെ ഞാൻ ആ ബലിയിടൽ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കും. ശ്രാദ്ധമുട്ടൽ ചടങ്ങും നടത്തും. പിന്നെ ഈ ലോകത്തെ ഒരു ശക്തിക്കും എന്നെ എതിർക്കാൻ പറ്റാതെയാകും. രാധയെ ഞാൻ എൻ്റെ കൈവെള്ളയിലാക്കിക്കൊണ്ട് നടക്കും. മണിച്ച, നീ പോയി ബാക്കി ഏർപ്പാടുകളൊക്കെ പൂർത്തിയാക്ക്, എന്നിട്ട് വന്നാൽ മതിയെന്ന് മണിച്ചനോടും പറയുകയാണ് മേഘനാഥൻ. ദേഷ്യത്തോടെ ഭവാനി മണിച്ചനെ നോക്കുന്നുണ്ടെങ്കിലും മേഘനാഥൻ നോക്കിയപ്പോൾ മണിച്ചൻ അവിടെ നിന്ന് പോകുന്നു. നാളെ സുഭദ്രയുടെ ബലിയിടൽ ചടങ്ങ് നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. തടയുമെങ്കിൽ തടഞ്ഞു നോക്ക്, അപ്പോൾ കാണിച്ചു തരാം ഈ മേഘനാഥൻ ആരാണെന്ന് എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധയും ആരതിയും കൂടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അവിടേക്ക് സീതമ്മ വന്നിട്ട് ചോദിക്കുന്നു, 3 പേരും കൂടി വലിയ ആലോചനയിലാണല്ലോ. നാളെ ചേച്ചിയുടെ ആണ്ടാണ്, ബലിതർപ്പണം നടത്തണം. അത് മാറ്റിവെക്കാൻ നമുക്ക് പറ്റില്ല എന്ന് രാധ പറയുന്നു. അയ്യോ, ഒരിക്കലും മാറ്റിവെക്കല്ലേ, അച്ചുവിൻ്റെ അമ്മയല്ലേ മോളെ. അവൻ്റെ കൈകൊണ്ട് ഒരു ഉരുള പ്രതീക്ഷിക്കാതിരിക്കുവോ ആ ആത്മാവ് എന്ന് സീത പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട്, ഉറപ്പായും പ്രതീക്ഷിക്കും സീതമ്മേ. അച്ചുവിനെ കൊണ്ടുപോയി ബലിയിടിപ്പിക്കണം. പക്ഷേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നപ്പോൾ സീതമ്മ പറയുന്നുണ്ട്, പിന്നെ എന്താണ് ഒരു പക്ഷേ, വേണമെന്നുള്ള കാര്യം അങ്ങ് ചെയ്താൽ പോരെ. മതി, എന്നാലും ഞങ്ങൾ തനിച്ചെങ്ങനെയാ പോകുന്നത്. പ്രസാദേട്ടന് തന്നെ ഇതിനും ബുദ്ധിമുട്ടിക്കേണ്ടി വരും എന്നുള്ള ഓർത്തോണ്ടാണ്. എന്തിനും ഏതിനും അങ്ങോട്ട് ആശ്രയിക്കണം എന്ന് ഓർക്കുമ്പോൾ ഒരു മടി. അവിടേക്ക് കൃഷ്ണൻ വരുന്നു. എന്താ പറയാൻ മടി എന്ന് ചോദിച്ച് കൃഷ്ണൻ അവിടേക്ക് വന്നപ്പോൾ ബഹുമാനത്തോടെ ഈ 3 പേരും എണീറ്റ് നിൽക്കുന്നുണ്ട്. പറയഞ്ജലി, എന്ത് കാര്യം പറയാനാ തനിക്ക് മടി? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല പ്രസാദേട്ട എന്ന് രാധ. സ്വന്തം ചേച്ചിയുടെ ആടിന് ബലിയിടണം, അതല്ലേ പ്രശ്നം. അച്ചുവിനെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകണം. അവൻ്റെ അമ്മയുടെ ആത്മസമാധാനത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറയാൻ മടി കാണിക്കുന്നത് എന്തിനാ? ഞാൻ അത്രയ്ക്ക് അന്യനാണോ നിങ്ങൾക്കൊക്കെ? ഇത് കേട്ട് ആരതി പറയുന്നു, ഏയ് അങ്ങനെയല്ല, പ്രസാദേട്ടന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ചേച്ചി. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്നെ അന്യനായിട്ടാണോ എന്നെ കാണുന്നതെന്ന്. അടുപ്പവും ബന്ധമുള്ളവരോട് നമ്മൾ ആവശ്യങ്ങൾ പറയാൻ പേടിക്കരുത്, മടിക്കരുത്. അതില്ലാത്തവരോട് കാര്യം പറയാനാണ് ഇത്രയ്ക്ക് മടി കാണിക്കേണ്ടത്.
അഞ്ജലി ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. നാളത്തെ ഡേറ്റിൽ നമ്മൾ ഇവന്റ്സുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, എന്നാൽ ശ്രദ്ധിക്കണമായിരുന്നു. കലണ്ടറിൽ നേരത്തെ തന്നെ അഞ്ജലി മാർക്ക് ചെയ്തിരുന്നു ചേച്ചിയുടെ ആണ്ടുബലിയെന്ന്. ആ ശരിയാണെന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, അത് കണ്ടപ്പോൾ ഞാൻ ഊഹിച്ചിരുന്നു. അതനുസരിച്ചാണ് ആ ഡേറ്റ് ഫ്രീ ആക്കുകയും ചെയ്തത്. പിന്നെ ആ വിവരം എന്നോട് പറയുമോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു ഞാൻ ഈ നിമിഷം വരെ. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം അവൻ എൻ്റെ സ്വന്തം മകൻ തന്നെയാണ്. പക്ഷേ അവൻ്റെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കാതെ മറച്ചു വെച്ച് എന്നെ വിലയിടിച്ച് കാണരുത് എന്ന് മാത്രം. ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കേട്ട് രാധ സോറി പറയുന്നുണ്ട് കൃഷ്ണനോട്. രാവിലെ എണീക്കണം. അവിടെ ക്ഷേത്രത്തിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുന്നമ്പാറ ക്ഷേത്രത്തിന് കീഴെയുള്ള കടൽ തീരത്താണ് ബലിതർപ്പണം. നമുക്ക് രാവിലെ പോകാം എന്നും കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഇവർ 3 പേർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രാധ കൃഷ്ണനോട് താങ്ക്സ് പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾക്ക്. സന്തോഷം, എല്ലാ നന്ദിയും ഞാൻ കൈയോടെ സ്വീകരിച്ചിരിക്കുന്നു എന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അഡ്വക്കേറ്റ് വിളിക്കുകയാണ്. അഡ്വക്കേറ്റ് വേണുഗോപാലാണ് വിളിക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് സംസാരിക്കാൻ രാധയ്ക്ക് കുറച്ച് മടിയുണ്ട്. 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് രാധ ഫോണുമായി അപ്പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ വാ മക്കളെ, നമുക്ക് ആഹാരം എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് ആരെയും ആരതിയും കൂട്ടി പോവുകയാണ് സീതമ്മ. ശേഷം അല്പം മാറി നിന്ന് രാധ വേണുവിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ വേണുവേട്ടാ വിളിച്ചത്? എനിക്ക് കാര്യം അന്വേഷിക്കുമ്പോൾ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് കൃഷ്ണൻ. എനിക്ക് രാധയെ നേരിട്ടൊന്ന് കാണുമല്ലോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വേണു ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരണ്ട. അന്ന് രാത്രി തന്നെ ഈ നടയിൽ വന്നത് റിസ്ക് ആയിരുന്നു. ഒരു കാര്യം ചെയ്യാൻ, നാളെ സുഭദ്രേച്ചിയുടെ ആണ്ടുബലിയാണ്. ഞങ്ങൾ കുന്നുംപാറ ക്ഷേത്രത്തിലേക്കും കടൽ തീരത്തിലേക്കും പോകും. വേണുവേട്ടൻ അവിടേക്ക് വന്നാൽ മതി. ആരുടെയും കണ്ണിൽ പെടാതെ ഞാൻ അവിടെ വന്ന് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് രാധ ഫോൺ വെച്ചു. പെട്ടെന്ന് കൃഷ്ണൻ മറിഞ്ഞു നിൽക്കുന്നുണ്ട് രാധ കാണാതെ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട്. ഇന്നാണ് സുഭദ്രയുടെ ആണ്ടുദിനം. കൃഷ്ണനും രാധയും ആര്യയും അച്ചൂട്ടനും ബലിതർപ്പണത്തിനായി കടൽ തീരത്തെത്തിയിരിക്കുന്നു. ചടങ്ങുകളൊക്കെ തിരുമേനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും തൊഴുതു നിൽക്കുന്നു. അച്ചൂട്ടൻ ഇടയ്ക്ക് രാധയെ നോക്കിയപ്പോൾ രാധ പറയുന്നു, ഒന്നുമില്ല എൻ്റെ മോൻ, പ്രാർത്ഥിച്ചോളൂ. കർമ്മം ചെയ്യുന്ന ആള് ഇവിടേക്ക് ഇരുന്നോളൂ എന്ന് തിരുമേനി അച്ചൂട്ടനോട് പറയുന്നു. അച്ചൂട്ടനെ രാധ അവിടെ ഇരുത്തുന്നുണ്ട്. ബലിതർപ്പണം തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാലുടൻ തിരഹോമം ചെയ്യണം. അതിന് ചീട്ടെടുത്തിട്ടുണ്ടല്ലോ. ആരതി പറയുന്നു, അയ്യോ തിരുമേനി, അത് മറന്നു. സാരമില്ല, ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. മുകളിൽ അമ്പലത്ത് കൗണ്ടറുണ്ട്, അവിടെ ചെന്ന് തിരഹോമം എന്ന് പറഞ്ഞാൽ മതി എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ രാധാകൃഷ്ണനോട് പറയുന്നുണ്ട്, ഞാൻ പോയി ചീട്ടെടുത്തോണ്ട് വരാം. പ്രസാദേട്ടൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാധ പോകുന്നുണ്ട്. ബാക്കിയുള്ള ആര്യയും ആരതിയും തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കൃഷ്ണന് കൂടി രാധ പോയ സ്ഥലത്തേക്ക് പോകുന്നു. ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണ് മേഘനാഥനും സുഭദ്രയ്ക്ക് ബലിയിടാനായി എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ കയറി മേഘനാഥനും മണിച്ചനും തൊഴുതു നിൽക്കുന്നു. ആ സമയം പടിക്കെട്ട് കയറി മുകളിലേക്ക് വരികയാണ് രാധ. മേഘനാഥന്റെ പിൻഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. 2 പേരും തൊഴുതു നിൽക്കുന്നു. പരസ്പരം കാണുന്നതുമില്ല. കൃഷ്ണനും മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അഞ്ജലി പോയി തിരികെ അവിടെ നിന്നോളൂ, ഞാൻ പോയി ചീട്ട് എടുത്തോണ്ട് വരാമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് രാധയോട്. മേഘനാഥനും മണിച്ചനും പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയി. രാധ കൃഷ്ണനോട് പറയുന്നുണ്ട്, പ്രസാദേട്ടൻ അവിടെ പോയി നിന്നോളൂ. എന്നാൽ വീണ്ടും കൃഷ്ണൻ പറയുന്നു, താൻ അവിടെ നിൽക്കുന്നത് അവർക്കൊരു ആശ്വാസമാകും, അതുകൊണ്ട് ഞാൻ ചീട്ടെടുത്തിട്ട് വരാം. അങ്ങനെ രാധ താഴേക്ക് പോയി. രാധയും അച്ചൂട്ടനടുത്ത് എത്തിയിരിക്കുന്നു. കൃഷ്ണൻ പോയി അവിടെ സുഭദ്രയുടെ പേരും നാളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ചീട്ടെടുപ്പിക്കുകയാണ്. കൃഷ്ണനും മേഘനാഥനും കണ്ടുമുട്ടുന്നുണ്ട്. 2 പേരും സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, താഴെ ഒരു ബലിയിടൽ ചടങ്ങ് നടക്കുകയാണ്. അതിൻ്റെ തിലഹോമം നടക്കാനുള്ള രസീതെടുക്കാൻ വന്നതാണ്. ഞാനും അതെ, ഒരു ബലികർമ്മം നടത്താനുണ്ട്. എൻ്റെ മരിച്ചുപോയ ഭാര്യയ്ക്കാണെന്ന് മേഘനാഥൻ പറയുന്നു. പിന്നെ പ്രസാദിനെ കാണുമ്പോൾ വലിയൊരു സോറിയും ഒരു താങ്ക്സും പറയാനുണ്ടായിരുന്നു. അന്ന് താനും അഞ്ജലിയും ഞാൻ ഏർപ്പെടുത്തിയ ദാമ്പത്യ പൂജയ്ക്ക് വന്ന് പങ്കെടുത്തിട്ട് പോയില്ലായിരുന്നോ? പക്ഷേ അന്ന് എനിക്ക് എത്താൻ പറ്റിയില്ല. വീട്ടിലേക്ക് ധൃതിയിൽ വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ്. ഭാഗ്യം കൊണ്ട് ചെറിയ ചെറിയ ഇഞ്ചുറീസേ സംഭവിച്ചിട്ടുള്ളൂ. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ സാർ, സാറൊന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. ചെറുതൊന്നുമല്ല, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് മണിച്ചനും പറയുന്നു. സാരമില്ലടോ, അങ്ങനെയൊന്നും വീണ് പോകുന്നവരല്ല ഞാൻ. ഇപ്പോൾ ഇതെല്ലാം ഓക്കെ ചെയ്ത് കണ്ടില്ലേ എന്നൊക്കെ മേഘനാഥൻ. ചീട്ട് വാങ്ങിച്ച് പൈസയും കൊടുത്ത് കൃഷ്ണൻ അവിടെ നിന്ന് പോയി. കൃഷ്ണനും രാധയുടെ അടുത്ത് ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട്. മേഘനാഥനും മണിച്ചനും പടിത്തട്ടുകൾ താണ്ടി താഴേക്ക് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് രാധയെ എന്ന് മുകളിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ മേഘനാഥന് തോന്നുന്നുണ്ട്. മനുഷ്യനോട് പറയുന്നു, എടോ അവിടെ നിന്നേ, മേളിൽ രാധയുണ്ട്. ഞാൻ കേട്ടു, അവൾ ഇവിടെ എവിടെയോ ഉണ്ട്.
ആ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മുകളിൽ നിന്നും ഒന്നുകൂടി രാധ എന്ന് വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. കേട്ടോ കേട്ടോ, അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. എനിക്ക് ഉറപ്പാണ് രാധ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. എടോ, ഇന്നലെ സുഭദ്രയുടെ ആണ്ട്. നമ്മളെ പോലെ ആണ്ട് ബലിയിടാൻ കാശിയും കൊണ്ട് ഇവിടെ വന്നതാണെങ്കിലോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു, അത് ശരിയാണ്, പെറ്റമ്മയ്ക്ക് ബലിയിടാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവർ നമ്മളെ പോലെ ബലിയിടുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതായിരിക്കും. ഒരു കാരണവശാലും രാധ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത് എന്ന് പറഞ്ഞ് മനുഷ്യനെയും കൂട്ടി മേഘനാഥൻ മുകളിലേക്ക് കയറി പോകുന്നു. അവിടെയെല്ലാം പരതി നോക്കുകയാണ് മേഘനാഥൻ. എന്നാൽ അവിടെയെങ്ങും കാണുന്നില്ല. ഇവിടെയെങ്ങും ഇല്ലല്ലോ സർ, വെറുതെ മെനക്കെട്ട് നടക്കാമെന്ന് മാത്രം. സാറ് രാധയെ മാത്രം ഓർത്ത് നടക്കുന്നുകൊണ്ട് തോന്നിയതായിരിക്കും എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, എടോ മണ്ടത്തരം പറയാതെ, എനിക്ക് തോന്നിയതാണെങ്കിൽ താനും അതേ വിളി കേൾക്കുമോ? അവള് ഇവിടെ എവിടെയോ ഉണ്ട്. ഇത്രയും നാളെ കണ്ണു വെട്ടിച്ച് നടന്ന അവളെ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പിടികൂടാനായിരിക്കും യോഗം. അങ്ങനെ രാധയെ അവിടേക്ക് നോക്കി നടക്കുകയാണ് മേഘനാഥൻ. പിന്നെയും രാധ എന്ന വിളിയേറ്റ് മേഘനാഥൻ അവിടേക്ക് നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.